ലോകമെമ്പാടുമുള്ള കൈരളിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. നമസ്കാരം. അടുക്കള എന്നത് വെറും ഒരു സ്ഥലം മാത്രമല്ല, സ്നേഹത്തിന്റെ പണിനീർ ദളങ്ങൾ വിരിയുന്ന ഒരു പൂന്തോട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഉണ്ടാക്കുന്നത് എന്തും നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ കൊതി തോന്നുന്നതും. പ്രിയപ്പെട്ടതെന്തും വീണ്ടും വീണ്ടും കാണാനും കേൾക്കാനും അറിയാനും ഒക്കെ നമുക്ക് ഏറെ കൊതിയാണ്, ആവേശമാണ്. അത് ചില വ്യക്തികളാകാം, പുസ്തകങ്ങളാകാം, യാത്രകളാകാം, ചില ഇടങ്ങളാകാം. ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതിൻ്റെ രണ്ടാം ഭാഗം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകാറുണ്ട്. അങ്ങനെ 1, 2, 3 ഭാഗങ്ങൾ വന്ന സിനിമകൾ നമ്മുടെ മുന്നിൽ ധാരാളമാണ്. കുറച്ചു കാലം മുമ്പ് കൈരളി TV സംപ്രേഷണം ചെയ്തൊരു പ്രോഗ്രാമാണ് സെലിബ്രിറ്റി കിച്ചൺ മാജിക്. ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം 1, 2 ഭാഗങ്ങൾ കഴിഞ്ഞ് 3-ാം ഭാഗത്തിൽ എത്തി നിൽക്കുന്നു. Presents Fira Foods Celebrity Kitchen Magic Season 3. Powered by KSFE, Amradaveni and നമ്മുടെ രാമചന്ദ്രൻ. ഇന്നു മുതൽ ഇവിടെ പുതിയ ഒരു അംഗം കുറിക്കുക, ഒരു ആഘോഷം ആരംഭിക്കാൻ പോവുകയാണ്. പാചകയുദ്ധം. പാചകം മാത്രം മതിയോ? പാചകമുണ്ട്, വാചകമുണ്ട്, ഡാൻസ് ഉണ്ട്, ഗെയിം ഉണ്ട്. അപ്പം മൊത്തത്തില് ഒരു ആഘോഷം തന്നെയല്ലേ? ആഘോഷമാണ്, അടിപൊളിയാണ്. നിങ്ങൾക്ക് ഏറെ പ്രിയങ്കരായ താരങ്ങൾ, അവരെ 4 ജോഡികളായി തരംതിരിച്ചുകൊണ്ടാണ് നമ്മൾ മത്സരം ആരംഭിക്കുന്നത്. അതെ. ആരൊക്കെയാണ് അവര്? വിളിച്ചാലോ? വിളിക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഇതിന്റെ ഒരു പാറ്റേൺ ഒന്ന് കാണിച്ചു കൊടുക്കാം. എന്ന് വെച്ചാൽ ഡാൻസ് ഉണ്ടല്ലോ. നമ്മുടെ ഡാൻസോ? നമുക്ക് ഡാൻസ് കളിക്കാം. വേണോ? പിന്നെ നമ്മുടെ ഡാൻസ് ഇല്ലാതെ എന്ത് സെലിബ്രിറ്റി കിച്ചൺ മാജിക്? പിന്നെ നമ്മൾ ഡാൻസ് കളിച്ചു തുടങ്ങുന്നു, വരുന്നവർക്ക് ഡാൻസ് കളിപ്പിക്കുന്നു, ആണോ? പ്രേക്ഷകരെ കണ്ട് ആസ്വദിക്കുന്നു. എന്നാ പിന്നെ തുടങ്ങാം. റെഡി? കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാറായി. തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളെ തുള്ളികളായി. കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. റൊമാൻസ് കൂടിപ്പോയോ? ഇല്ല, നമുക്ക് സ്വാഗതം ചെയ്യാൻ നമ്മുടെ പ്രിയപ്പെട്ട സെലിബ്രിറ്റീസിനെ. ബാക്കി റൊമാൻസുമായിട്ട് അവരെ വിളിക്കാം. അവരെ വിളിച്ച് കളിപ്പിക്കണം. റെഡി? ആദ്യം ആരെ വിളിക്കണ്ടേ? ആദ്യം ഞാൻ ഭയങ്കര ഈ പാട്ട് ഡാൻസ് ഒക്കെ കളിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുക. അതുകൊണ്ടേ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളെ ഞാൻ വിളിച്ചോട്ടെ. വിളിക്കട്ടെ? പിന്നെന്താ, എല്ലാരും എന്റെ പ്രിയപ്പെട്ടവരാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി ഒരു അറ്റാച്ച്മെന്റ് ഉള്ള, എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം ഞാൻ സീരിയലിലൂടെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ സീരിയലിലെ ഫസ്റ്റ് തുടക്കത്തിൽ എൻ്റെ ആദ്യമായിട്ട് ഞാൻ അഭിനയിക്കുന്ന ഒരു വലിയ സെലിബ്രിറ്റി, മലയാളി പ്രേക്ഷകർക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട ഒരു അഭിനേത്രി, ഡാൻസിലൂടെയും പാട്ടിലൂടെയും പാചകത്തിലൂടെയും വാചകത്തിലൂടെയും ഒക്കെ നിങ്ങൾ എല്ലാവരെയും രസിപ്പിച്ച ഒരു അഭിനേത്രി, എല്ലാവരുടെയും പ്രിയപ്പെട്ട ആരാ? യെസ്. അപ്പൊ ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ബീന ആന്റണി. മാത്രമല്ലോ അല്ല, ബീന ചേച്ചിയോടൊപ്പം ഇതുപോലെ തന്നെ കാണാൻ സുന്ദരനും നല്ല വാചാലപ്രിയനും, പക്ഷേ മലയാളി പ്രേക്ഷകരുടെ മുമ്പിൽ കഥാപാത്രങ്ങളിലൂടെ ഒരു വില്ലൻ പരിവേഷം കിട്ടിയ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നവീൻ അറക്കൽ. 90കൾ മുതൽ ചലച്ചിത്ര ടെലിവിഷൻ പ്രേക്ഷകർക്ക് പരിചിതമായ മുഖവും ശബ്ദവുമാണ് ബീന ആന്റണി.
ഒരു കുടയും കുഞ്ഞുപെങ്ങളിലെ ഇച്ചേച്ചി മുതൽ ഇങ്ങോട്ട് മലയാളിയുടെ നെഞ്ചിൽ പതിഞ്ഞ എത്രയോ കഥാപാത്രങ്ങൾ ബീന ആന്റണി അഭിനയിച്ചിട്ടുണ്ട്. അഭിനയത്തിനൊപ്പം നൃത്തവും കോമഡിയും പാട്ടുമൊക്കെ വഴങ്ങുമെന്ന് കൈരളിയുടെ തന്നെ താരോത്സവത്തിലൂടെ മുൻപും ബീന തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ രുചിയും ചിരിയുമായി കിച്ചൺ മാജിക്കിന്റെ വേദിയിലേക്ക്. ഒപ്പമുള്ളതോ ടെലിവിഷൻ പരമ്പരകളിലൂടെയും റിയാലിറ്റി ഷോകളിലൂടെയും 2 പതിറ്റാണ്ടുകളായി മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നവീൻ അറയ്ക്കൽ. നവീൻ പരമ്പരകൾക്കൊപ്പം തന്നെ ടെലിവിഷൻ ഷോകളിലൂടെയും ശ്രദ്ധേയനായി. അഭിനയത്തിനൊപ്പം ആരോഗ്യ പരിപാലനവും നവീൻ അറയ്ക്കലിന്റെ പാഷനാണ്. ഇപ്പോഴിതാ പാചക പരീക്ഷണത്തിനായി കിച്ചൺ മാജിക്കിലേക്ക് എത്തുന്നു. വേണ്ട, മാറിക്കോ, അടുത്ത് വരരുത്. ഇഷ്ടമല്ലടാ, എനിക്കിഷ്ടമല്ലടാ. ഇഷ്ടമല്ലടാ, എനിക്കിഷ്ടമല്ലടാ. ഈ തൊട്ടുനോട്ടം ഇഷ്ടമല്ലടാ. കാര്യമില്ലടാ, ഒരു കാര്യമില്ലടാ. എന്റെ പിറകെ നടന്നു കാര്യമില്ലടാ. കൊച്ചു കള്ളനെ എടാ എടാ. വേണ്ട മോനെ, വേണ്ട മോനെ, വേണ്ട മോനെ, വേണ്ട മോനെ. ഇഷ്ടമാണടോ, എനിക്കിഷ്ടമാണടോ, നിന്റെ സൂത്രങ്ങൾ ഇഷ്ടമാണടോ. കൊച്ചു കള്ളിയേ എടോ എടോ. വേണ്ട മോളെ, വേണ്ട മോളെ, വേണ്ട മോളെ, വേണ്ട മോളെ. ഇഷ്ടമല്ലടാ, എനിക്കിഷ്ടമല്ലടാ. അടിപൊളിയായിരുന്നു, ഗംഭീരമായിരുന്നു. ഈ പാട്ട് സെലക്ട് ചെയ്താരാ? ബീന ചേച്ചി. അത് മനസ്സിലായി, കാരണം നിന്നെ ഇഷ്ടമല്ല. അയ്യോ, അങ്ങനെ പറയല്ലേ. വിളിച്ചപ്പോ മനോട്ടന് സമയമില്ലാതെ കുറവുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ മനോട്ടനാണ് എനിക്ക് ഇഷ്ടം. പക്ഷെ നീ എന്തിനാ അല്ല, അപ്പൊ മനു പറഞ്ഞു പ്രത്യേകം ഈ പാട്ട് എടുക്കണമെന്ന്. കാരണം ആദ്യം തന്നെ പബ്ലിക് അറിയട്ടെ, ഞങ്ങൾ തമ്മിൽ ഇഷ്ടമില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, സയന്റിഫിക് പരമായി അൺലൈക്ക് പോൾസ് അട്രാക്ട്സ്. അങ്ങനെയാടാ, ഇനി ഞങ്ങൾ അങ്ങോട്ട് ബോണ്ടിങ് തുടങ്ങും. അതെ, ഇവിടുന്നാണോ തുടങ്ങുന്നത്? എനിക്ക് നീ അങ്ങോട്ട് പറഞ്ഞ നവീനെ, എന്താണ് അൺലൈക്ക് പോൾസ് അട്രാക്ട്സ്. പക്ഷെ വേറൊരു കാര്യം പറയട്ടെ, സാധാരണ നമ്മള് റോസാപ്പൂക്ക് കൊടുത്ത് ഞാൻ പ്രപ്പോസ് ചെയ്യണ കണ്ടിട്ടുള്ളത്. ഇത് ആപ്പിള് കൊടുക്കുന്നു, കത്തികുത്ത് ഏറ്റ് വാങ്ങാൻ തയ്യാറാവുന്നു, നിലത്ത് കിടക്കുന്നു, ഉരുളുന്നു. പറ്റുന്നതല്ലേടാ ചെയ്യാൻ പറ്റും. നമ്മൾ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഉള്ളത് പൂവും വേറെ കാര്യങ്ങളൊന്നും അല്ല. ഇവിടെ ഉള്ളത് ആപ്പിളും പടവലങ്ങയും. ആപ്പിളും പടവലങ്ങയും കത്തിയും ഭയങ്കര എന്താ പറയുക, വളരെ രസകരമായിട്ടൊരു സീനാണ് ക്രിയേറ്റ് ചെയ്തത്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ താങ്ക് യു. നമ്മൾ തുടങ്ങിയാണ് കേട്ടോ ചേച്ചി, തുടങ്ങിയാണ്. നമ്മള് പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, ഇതുപോലെ അടിച്ചു പൊളിക്കാം. ചേച്ചി ഓക്കെടാ, പൊളിക്കാം. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവേർഡ് ബൈ അമൃതവേണി, കെ ഷഫി ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ. താരജോഡികളിൽ ഒന്നാമത്തെ ടീം എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്വാഗതം ചെയ്യുന്നത് കല്യാണം കഴിച്ച് വൈറലായ ഒരു ടീമിനെയാണ്. കല്യാണം കഴിച്ച് വൈറലായ ടീമോ? ഓക്കെ, എനിക്ക് മനസ്സിലായി. കല്യാണം കഴിച്ച് വൈറലായെന്ന് പറയുമ്പോ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു വരെ. അതെ, പക്ഷെ വേറൊരു കാര്യം പറയട്ടെ, സോഷ്യൽ മീഡിയയിലും ഇപ്പൊ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടൊക്കെ കുറെ ന്യൂസ് വന്നെങ്കിലും സ്റ്റിൽ ഇപ്പോഴും ആ റൊമാൻസും ആ ഒരു സ്നേഹവും ആ ഒരു വൈബും ഒക്കെ കീപ്പ് ചെയ്യുന്ന ഒരു കപ്പിളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ വെൽക്കം ചെയ്യാൻ. ഇഷ്ടമല്ലേ സോഷ്യൽ മീഡിയയിലല്ല അവരുടെ റൊമാൻസ് കൺട്രോൾ ചെയ്യുന്നത്. എങ്കിൽ നമുക്ക് ആ റൊമാൻസ് ഇവിടെ കണ്ടാലോ? കണ്ടേ? ആരൊക്കെ വരുന്നത്? ഈ അടുത്ത കാലത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ക്രിസ് വേണുഗോപാൽ വർഷങ്ങൾക്ക് മുൻപ് കോപ്പി റൈറ്ററായാണ് കരിയർ തുടങ്ങുന്നത്. ക്യാമ്പസുകളിൽ ശബ്ദം കൊണ്ടും സംഭാഷണ ചാരുത കൊണ്ടും ശ്രദ്ധിക്കപ്പെട്ട ക്രിസ് അവരുടെ പ്രിയപ്പെട്ട അവതാരകനും മോഡലുമായി. പിന്നീട് ടെലിവിഷൻ അവതാരകനായി ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചു. പിന്നീട് ദുബായ് മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ ജോക്കിയായി വർഷങ്ങളോളം ജോലി ചെയ്തു.
ഇതിനിടയിൽ എഴുത്തും വായനയും യാത്രകളുമൊക്കെ ക്രിസിന്റെ ജീവിതത്തിന്റെ ഭാഗമായി. 100ഓളം പുസ്തകങ്ങളുടെ രചയിതാവായി. ഒരു കല്യാണം കഴിച്ചു. അത് കേരളത്തിൽ തന്നെ വലിയ വാർത്തയായി. വിവാഹത്തിലൂടെ വിവാദത്തിലെത്തിയ ക്രിസും ദിവ്യയും. അതെ, ഇവർ ഒരുമിച്ചാണ് കിച്ചൺ മാജിക്കിന്റെ വേദിയിലും എത്തുന്നത്. 19 വയസ്സിൽ ചലച്ചിത്ര അഭിനയത്തിലൂടെ അഭിനയ ജീവിതത്തിന്റെ തുടക്കം കുറിച്ച ദിവ്യ പിന്നീട് നിരവധി ആൽബങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും പരസ്യചിത്രങ്ങളിലും അഭിനയിച്ചു. ഖൽബാണ് ഫാത്തിമ എന്ന ഹിറ്റ് ആൽബത്തിലൂടെ ദിവ്യയെ അറിയാത്തവർ ഉണ്ടാവില്ല. ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയ ഈ പ്രിയപ്പെട്ട ദമ്പതികളെ സ്നേഹത്തോടെ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മീനവേനലി രാജകോകിലേ അലയൂ നീ അലയൂ ഒരു മാമ്പൂ തിരയൂ വസന്തകാലജാലകം മനസ്സിനിയും തുറക്കൂ. ആയിട്ടുണ്ടായിരുന്നു ഇല്ലേ? ഭയങ്കര നല്ല തക്കടൂര പോലെ ഉണ്ട് രണ്ടാളും. സത്യം അവർക്ക് ജീവിക്കാമല്ലോ. ഞങ്ങൾ ജീവിച്ചാൽ എങ്ങനെ ഉണ്ടാവും? മനുഷ്യേട്ടന്റെ കോള് വന്നിട്ടുണ്ടായിരുന്നു. അനീഷേട്ടാ, ഇപ്പൊ നമ്മളിപ്പോ ഈ ഡാൻസിൽ ഇവരുടെ റൊമാൻസ് ഒക്കെ കണ്ടു. ശരിക്കും റൊമാൻറ്റിക് പേഴ്സൺ ആണോ? ഇങ്ങനെ തന്നെയാണ്. ഇല്ലില്ല, ഞാൻ റൊമാൻറ്റിക് പേഴ്സൺ ആണോന്ന് ഇനി ഇത് കണ്ടിട്ട് നമ്മൾ ചോദിക്കേണ്ട കാര്യമുണ്ടോ? നോക്കൂ, രണ്ട് കളിപ്പിച്ച് ഇറങ്ങിയിരിക്കുക രണ്ടുപേരും. അതെ, ബ്ലാക്ക് ഒക്കെ ഇട്ട് എനിക്ക് വയ്യ. ഭയങ്കര റൊമാൻസും ഇതൊക്കെ. പാചകം ചെയ്യാറുണ്ടോ? കുഴപ്പമില്ല, പാചകവും രണ്ടും ഇവിടെ പാചകം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ ഏട്ടനുണ്ടാക്കുന്നത് എനിക്കറിയില്ല ഉണ്ടാക്കാൻ. എനിക്ക് സാധാ നാടൻ ഫുഡ്. പക്ഷേ ഇദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് സന്തോഷമുള്ളത് പാചകത്തിനിടയിൽ ഉറപ്പായിട്ടും പാട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ഷോയ്ക്ക് അത് ഭയങ്കര ഗുണകരമാകുന്ന പ്രാർത്ഥനയും പ്രതീക്ഷയാണ് ഞങ്ങളുള്ളത്. അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ആഘോഷത്തിന് ഇങ്ങനെ കളർ കൂടിക്കൊണ്ടേയിരിക്കുന്നു. കുറച്ചുകൂടി കളറാക്കാനായിട്ട് മറ്റൊരു താരത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, നമ്മുടെ ഈ എന്താണ് കിച്ചൺ മാജിക്കിലേക്ക്. ഓക്കെ, സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം യമുന റാണി. യമുന ചേച്ചിയോടൊപ്പം യമുന ചേച്ചിയുടെ പേരായിട്ട് നമ്മുടെ മലയാളി പ്രേക്ഷകരുടെ ഒരു ചോക്ലേറ്റ് ഹീറോ കൂടിയുണ്ട്, ദീപൻ മുരളി. 2012 മുതൽ അഭിനയ രംഗത്ത് സജീവമാണ് ദീപൻ മുരളി. ചലച്ചിത്ര ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പരിചിതമായ മുഖം. അവതാരകനായും റിയാലിറ്റി ഷോ മത്സരാർത്ഥിയുമായി ദീപനെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ പാചകത്തിൽ ദീപൻ എങ്ങനെയായിരിക്കും എന്നൊരു സംശയമുണ്ടോ? അതിനുള്ള ഉത്തരമാണ് സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിലൂടെ ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കൂടെയുള്ളതാകട്ടെ ചലച്ചിത്ര ടെലിവിഷൻ പരമ്പരകളിലൂടെ 30 വർഷങ്ങളായി പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട യമുന റാണിയും. നിരവധി ഹിറ്റ് പരമ്പരകളിൽ ജനപ്രിയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചാണ് യമുന പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയത്. ധാരാളം സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിന്റെ വേദിയിൽ യമുനയുടെയും ദീപന്റെയും മറ്റൊരു മുഖം നിങ്ങൾ കാണാൻ പോവുകയാണ്.
ചേലാണ് നെഞ്ചില് നേരാണ് എന്റെ കിനാവാണ് എന്തിനും നീയാണ് കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുരുന്നാറ്റേ ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടെ കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ് ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻ കുടമാണ്. ശരിക്കും ലാലേട്ടന്റെ പോലെ തന്നെ തോന്നുന്നു. ആണോ? ഏത് side ആണ്? മൂവ്മെന്റ്സ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. സാധാരണ നവീൻ എവിടെ കണ്ടു കഴിഞ്ഞാലും ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ മെസ്സേജ് അയച്ചാലും എന്തെങ്കിലും ട്രോൾ ഉണ്ട്. അപ്പൊ ഇത് സത്യമാണോ? സത്യം പറയുകയാണെങ്കിൽ രണ്ടുപേരും വന്നത് നല്ല നന്നായിരുന്നു. നല്ല ചേലായിരുന്നു ശരി. നല്ല ചേലായിരുന്നു. നന്നായിരുന്നു. അല്ല, ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്നറിയോ? നമ്മളിത് ആദ്യം ഇങ്ങനെ ഇൻട്രോ ഒക്കെ ഞങ്ങൾ രണ്ടുകൊണ്ട് ഭയങ്കര പ്ലാനൊക്കെ ചെയ്ത് നമുക്ക് നന്നായിട്ടൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പറയാം, ചേച്ചി എനിക്ക് നടുവിന് പ്രശ്നമാണ് അതിവിടെ പ്രസക്തിയില്ല. അതിവിടെ പ്രസക്തി പക്ഷെ പാടില്ല. അല്ല, അതൊക്കെ ചുമ്മാ കേട്ടോ. നമ്മൾ ഈ കലാകാരന്മാർ തട്ടേ കറമ്പം മട്ട് മാറുമെന്ന് പറയില്ലേ? അങ്ങനെയല്ലേ? നമുക്ക് എന്ത് പ്രശ്നം തട്ടേ കറമ്പം മട്ട് മാറും. നടുവേന മുഖത്ത് അറിഞ്ഞതേ ഇല്ല. അതാണ് അഭിനയം. അറിയാൻ പറ്റുമല്ലോ. പേരായി വരുന്നത് ദീപനാണെന്ന് അറിഞ്ഞപ്പോ ഇല്ല എനിക്ക് സന്തോഷമായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ആദ്യത്തെ പ്രോജക്റ്റ് അല്ല, അല്ലേ രണ്ടാമത്തെ സീരിയലില് രണ്ടാമത്തെ project, എന്റെ മോനായിട്ട് അഭിനയിച്ചത്. പക്ഷെ ഒരു അമ്മയും മകന്റെ ഒരു വാത്സല്യം അല്ല ഞങ്ങൾ ഇവിടെ കണ്ടത്. Oh my God! വീട്ടിൽ ആൾക്കാർ വേറെ ഇരിപ്പുണ്ട്. അല്ല, നമുക്ക് അതൊക്കെ വേണം. ഒരു ഷോയുടെ ഭാഗമായതുകൊണ്ട് നമുക്ക് എല്ലാം വേണം. റൊമാൻസ് വേണം, ഒന്നാമത് ഇത് ഫൈറ്റ് കിച്ചൺ മാജിക് ആണ്. വേണം, അപ്പൊ അത്യാവശ്യം എരിയും പുളിയൊക്കെ വേണ്ടേ? എല്ലാം വേണം. എരിയും പുള്ളിയൊക്കെ പുറകിലുണ്ട്. നമ്മൾ തുടങ്ങും നമ്മളിപ്പോ. അപ്പൊ തൽക്കാലം ഓക്കെ, താങ്ക് യു. ഇനിയിപ്പോ നമുക്ക് ഇതാ 1, 2, 3 ജോഡി. പക്ഷെ 2 സീറ്റ് അവിടെ ഇങ്ങനെ കാലിയായി കിടക്കാണല്ലോ. നമ്മളുണ്ടല്ലോ അപ്പൊ പോയിരിക്കാം. ഞാനില്ല. നമ്മൾ എങ്ങനെയാണ് പോയിരിക്കാ? നിങ്ങൾ എങ്ങനെ പോയിരിക്കുന്നത്? കണ്ടസ്റ്റൻസിന്റെ ഇരിക്കേണ്ടത്. ദേഷ്യപ്പെട്ടിട്ടാ അത് ഞാൻ പറഞ്ഞു. അങ്ങനെ ആഗ്രഹിക്കരുത്. നല്ല ഇന്റർവ്യൂ ഒക്കെ കൊടുത്താ ഞങ്ങൾ വിളിച്ചത്. അയ്യോ, അമ്മ നിങ്ങൾക്ക് ഇരിക്കാം. കണ്ണിന്ന് വെളിയിൽ വന്ന് അല്ല, അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമില്ല. അല്ല, ഞങ്ങളുടെ ആഗ്രഹം അറിയാമോ? നിങ്ങൾ പാചകം ചെയ്യുന്നത്, നിങ്ങളുടെ പാചകം കൂടി, നിങ്ങളുടെ തമാശയും നിങ്ങളുടെ ഗെയിമുകളൊക്കെ കണ്ടും ആസ്വദിക്കാന്നുള്ളത് പ്രേക്ഷകർക്കൊപ്പം. പക്ഷെ നമുക്ക് ഇവരൊപ്പം നിൽക്കാൻ, ഇവരെ പോലെ ഇങ്ങനെ അടിച്ച് പൊളിക്കുന്ന അല്ലെങ്കിൽ ഇവരൊപ്പം നല്ല വൈബ്രന്റ് ആയിട്ടുള്ള ഒരു 2 പേരെ കൂടി നമ്മൾ വിളിക്കണം. വിളിച്ചിറക്ക്, കൊണ്ടുവരട്ടെ, പിന്നെ വിളിക്കാൻ ശരി. നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുക്കിംഗ് മാത്രമല്ല, ഗെയിം ഉണ്ട്, ഡാൻസ് ഉണ്ട്, പാചകം വേണം. ഇതെല്ലാത്തിന്റെ ഒരു അവിയലായിട്ടുള്ള ഒരു മിക്സഡ് ഒരാളെ ഞാൻ വിളിക്കാൻ പോകുന്നത്. മിക്സഡ് കോംബോയാണ് ഞാൻ വിളിക്കാൻ പോകുന്നത്. എന്റെ ഏറ്റവും ഫേവറേറ്റ് പേഴ്സൺ നാദിറ മെഹറിൻ ആൻഡ് വിഷ്ണു ജോഷി. തിരുവനന്തപുരം സ്വദേശിയായ നാദിറ മെഹ്റീൻ മലയാളികൾക്ക് പ്രിയപ്പെട്ടവളായി മാറുന്നത് ഒരു ടെലിവിഷൻ റിയാലിറ്റി ഷോയിലൂടെയാണ്. മോഡൽ, ആക്ടിവിസ്റ്റ്, അഭിനേത്രി എന്നീ നിലകളിലെല്ലാം പ്രശസ്തയാണ് ഇന്ന് നാദിറ. നജീബിൽ നിന്നും നാദിറയിലേക്കുള്ള യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. കേരളത്തിലെ ജനങ്ങളിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെക്കുറിച്ചുള്ള ഒട്ടേറെ തെറ്റിദ്ധാരണയെ മാറ്റിയെടുക്കാൻ, ട്രാൻസ് അവബോധം സൃഷ്ടിക്കാൻ നാദിറ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കൂട്ടുകാർക്കിടയിലെ ഈ പോരാളി കിച്ചൺ മാജിക്കിന്റെ വേദിയിലേക്ക് എത്തുകയാണ് വിഷ്ണു ജോഷിക്കൊപ്പം. ഫിറ്റ്നസ് ട്രെയിനറും മോഡലുമാണ് വിഷ്ണു ജോഷി. ആരാധകർ ഏറെയുള്ള വിഷ്ണു മിസ്റ്റർ എറണാകുളവും മിസ്റ്റർ കേരളവുമായിരുന്നു. സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. നാദിറ മെഹ്റീനും വിഷ്ണു ജോഷിയും ചേർന്നുള്ള ഈ രസികൻ ടീമിനെ സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3യിലേക്ക് സ്വാഗതം ചെയ്യാം.
തോൾ പറക്കണ മമ്മട്ടിയാ അട മമ്മട്ടിയാ എട്ടേക്കും കോടി പറക്കണ മമ്മട്ടിയാ അട മമ്മട്ടിയാ ഇവര് നേരത്തെ അവിടെ പ്രാക്ടീസ് ചെയ്ത് ഭയങ്കര എത്ര പ്രാവശ്യം സത്യം പറഞ്ഞ ഈ പാട്ട് തന്നെ ഇവർ ആദ്യമായിട്ട് കേൾക്കാം. ആണോ? അറിയില്ല ഒന്നും മലയാളം പാട്ടല്ലേ ഇത്? ഹിന്ദി. പക്ഷെ അനീഷേട്ടാ ഇപ്പൊ ഈ ഇരിക്കുന്ന എല്ലാവരും ഇപ്പൊ സീരിയലിലൂടെയും സിനിമയിലൂടെ ഒക്കെ ആൾക്കാർ കണ്ട മുഖങ്ങളാണ് ഇവരൊക്കെ. നല്ല പ്രായമായ ആൾക്കാരാണ്. അല്ല ആരോഗ്യം ഏറ്റവും യങ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മള് രണ്ടുപേരോട് പറഞ്ഞത് നിങ്ങളാണ് പേര് നിറഞ്ഞപ്പോ എന്ത് എനിക്ക് ഏതെങ്കിലും സുന്ദരനെ കിട്ടുമെന്ന് ഞാൻ കരുതി. എനിക്ക് സൗന്ദര്യം പ്രശ്നമില്ല, പക്ഷെ വിവരം മസ്റ്റ് ആയിരുന്നു. കിട്ടിയില്ല. ഞാൻ ചോദിച്ചു എനിക്കിത് വേണ്ട. ഞാൻ ഓൾറെഡി കണ്ടു മടുത്ത മുഖമാണിത്. അത് ഞാനും 100 ദിവസം ചേച്ചി താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കൊരു ടീം ആവാട്ടോ. അതല്ല അവർക്ക് താല്പര്യമില്ല. വേണമെങ്കിൽ വിഷ്ണുവിനെ നമുക്ക് മാറ്റാം. പേര് കിട്ടി. സുഖാണ്. നമുക്കായാലോ? ഞാൻ എന്തിനു തയ്യാറാണ്. തയ്യാറല്ല. ഒരു കാര്യം നമുക്ക് ഉറപ്പായി, നമ്മളെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ഇവരുണ്ട്. ഓർക്കുക, കോമഡി മാത്രമല്ല പാചകമാണ് നമുക്ക് മുഖ്യം. ഞങ്ങൾ പാചകത്തെക്കാൾ മുൻപന്തിയിലുള്ളത് പാചകത്തിലാണ്. അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം നിങ്ങളെയൊക്കെ എന്റർടൈൻ ചെയ്യിപ്പിക്കാന്നതാണ് ഞങ്ങളുടെ. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം പറഞ്ഞ് മസ്തിഷ്കത്തിൽ ഒരു ചാൻസ് കൂടി പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. നിങ്ങൾ അപ്രൂവ് ആയിട്ട് ഇതിന്റെയൊക്കെ കൂട്ടത്തോട് പോയി പറയടാ ഒറ്റക്കൊമ്പൻ കാടി കയറിയെന്ന്. ഇവരുടെ തമാശകളും തുടരും. Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by അമൃതവേണി, KSFE and നമ്മുടെ രാമചന്ദ്രൻ. പ്രിയപ്പെട്ട പ്രേക്ഷകർ കാത്തിരുന്ന ആ ദിവസമാണെന്ന് നമുക്കറിയാം. നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പരസ്യമൊക്കെ പോകുമ്പോൾ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു ദിവസം വരാനായിട്ട്. അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെയും പ്രയത്നത്തിന്റെയും ഫലം ഇന്ന് മുതൽ കാണാൻ പോവുകയാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു. നമ്മളെ വിഷ് ചെയ്തില്ല. ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഓക്കെ, നമ്മൾ തുടങ്ങല്ലേ? നമ്മൾ തുടങ്ങിയാണ്. അപ്പോ നമുക്ക് പൊലിപ്പിച്ചേക്കാം. അതിനെന്താ, ഒന്ന് ഹാർപ്പ് വിളിച്ചാലോ? ഓ വിളിച്ചോ. ഈ ആഘോഷത്തിന് മാറ്റുകൂട്ടാനായി ഒരാളെ കൂടി നമുക്ക് സ്വാഗതം ചെയ്താലോ? തീർച്ചയായിട്ടും. ഇത് ഉത്സവം തുടങ്ങിയല്ലേ, ആഘോഷം തുടങ്ങിയല്ലേ, ആരവത്തിന് ഒരു കുറവും വരുത്തണ്ട. സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ, ആദരവോടെ സ്വാഗതം ചെയ്യാം. ഏറെ സ്നേഹത്തോടെ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിന്റെ ഈ വേദിയിലേക്ക് മാല പാർവതി ചേച്ചിയെ സ്വാഗതം ചെയ്യുന്നു. ഹലോ. സത്യം പറഞ്ഞ ചേച്ചിയെ നമുക്ക് കൈരളി ടിവിക്ക് അങ്ങനെ അധികം പരിചയപ്പെടുത്തേണ്ട ആളല്ല. കാരണം ഈ കുടുംബത്തിലെ ആളാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ചേച്ചി ഇവിടുത്തെ ആങ്കർ ആയിരുന്നു അല്ലേ ചേച്ചി? അതെ, കൈരളി തുടങ്ങിയ ദിവസം മുതൽ. നിങ്ങൾ കൂടുതൽ സംസാരിക്കുന്നവർ തുടങ്ങിയ നാളുകളുള്ള ആളാണ് ഞാൻ. കൈരളി തുടങ്ങിയ ഫസ്റ്റ് ഷോ, സ്റ്റേജ് ഷോ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഉള്ള മോർണിംഗ് ഷോ ഞങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഞാനും അനന്തപത്മനാഭൻ, പത്മരാജൻ സാറിൻ്റെ മകൻ അനന്തപത്മനാഭൻ ഞാനും കൂടിയാണ് ഇൻ്റർവ്യൂസ് ചെയ്തത്. ഒരിക്കലും മറക്കാനേ ഒക്കില്ല ആ ദിവസങ്ങൾ. ബ്യൂട്ടിഫുൾ ഒരു പീരീഡ് ആയിരുന്നു. ഒരുപാട് പേര് നമ്മുടെ വളരെ പ്രിയപ്പെട്ട എൻ്റെ ഒരു രാവിലെ ഒരു 6 മണിക്ക് എത്തുന്നതാണ്, വൈകുന്നേരം ഒരു 4:30-5 മണി വരെ ഇവിടെയാണ്. അങ്ങനെ 4 വർഷം. അപ്പൊ കൈരളി അത്രയും നമുക്ക് പ്രിയപ്പെട്ടതാണ്. നമ്മുടെ ഒരു വളരെ ഫാമിലി പോലെയാണ് 2004 വരെ. ഓ വലിയ സന്തോഷം. കാരണം കൈരളിയുടെ തുടക്കം മുതലുള്ള ആളാണ് ചേച്ചി. അപ്പൊ നമ്മുടെ ഷോ ഇത് തുടങ്ങുകയാണ്.
സെലിബ്രിറ്റി കിച്ചൺ മാജിക് തുടങ്ങുമ്പോൾ ചേച്ചി തന്നെ വന്നത് വലിയ ഭാഗ്യം, വലിയ നമ്മളെല്ലാവരും ആരാധിക്കുന്ന ആർട്ടിസ്റ്റുകളാണ് നിങ്ങളോടൊപ്പം നിൽക്കാൻ കഴിയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. നമ്മളെല്ലാ ദിവസവും നിങ്ങളെല്ലാവരെയും വീട്ടിൽ കാണുന്നതല്ലേ, അതിൻ്റെ ഒരു ഭയങ്കര പ്രത്യേകതയാണ്. ഞാൻ തിയേറ്ററിൽ ചേച്ചി പറഞ്ഞിട്ടാണ് അവിടെ വരുന്നത് അഭിനയിൽ. അപ്പോൾ എനിക്ക് ഇപ്പോഴും ആ സമയത്ത് ഓർക്കുന്ന ജ്യോതിഷായിട്ടാണ്. അഭിനയിൽ വരുന്ന സമയത്ത് എനിക്ക് ആദ്യം നമ്മൾ കിച്ചൺ മാജിക്കായിട്ട് ഒരു കാര്യം പറയാം. നമ്മൾ വൈകുന്നേരം എല്ലാ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് പുട്ടും പപ്പടവും പയറും കൂടെ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു പ്ലേറ്റ് ഇതൊക്കെ എടുത്ത് കഴിക്കും. രണ്ടാമത് എയറോബിക്സ് എന്നെ കൂടെ ക്ലാസ് എടുപ്പിച്ചു ചേച്ചിയോടെ. ഇനി എനിക്ക് മറക്കാൻ പറ്റാത്തത് ജിബ്രിഷാണ്. ഇപ്പൊ അനീഷയുടെ ഇത് പറഞ്ഞപ്പോഴാണ് ദർ ഇസ് നോ ലാംഗ്വേജ്. നമുക്ക് വായിൽ വരുന്ന കോതയ്ക്ക് പാട്ട് അതെനിക്ക് അന്ന് പറയാൻ പറ്റില്ല. ഇൻഹിബിഷൻ ഭയങ്കര ഇതായിരുന്നു. എനിക്ക് അതിന് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് എന്നത് ചേച്ചിയാണ്. അപ്പൊ ഈ ഒരു മൊമെന്റിൽ ഇവരെ കൊണ്ട് ചേച്ചി എന്തെങ്കിലും ജിബ്രിഷ് നമുക്ക് ചെയ്യിപ്പിക്കണം. ബീന ആന്റണി ഇവിടെ വർക്ക് ചെയ്യാൻ വന്നത് തന്നെ എനിക്ക് വല്ലാത്തൊരു ആദ്യമാണ് ഉണ്ടാകുന്നത്. എനിക്ക് ചെയ്യാൻ പുള്ളി ഉള്ളതാണ് ഒരു ആശ്വാസം. പുള്ളിക്കൊന്നും പണിയറിയാൻ ചേച്ചി ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ചേച്ചിയെ കുറിച്ച് ഞാൻ സാറിന്റെ രീതിയിൽ പറയാം. പാർവതി പാർവതി എന്ന് പറയുന്നത് നല്ലൊരു കലാകാരിയാണ്. കുടുംബത്തിൽ വളർന്നതാണ്. പഴയ വിളിക്കുന്ന ഒരു കുടുംബത്തിന്റെ പാരമ്പര്യമുള്ളൊരു യുവതിയായിരുന്നു. അല്ല, ആ കാലത്ത് ആ കാലത്ത് ലച്ചിക്ക് പറയുന്ന ഓരോന്നിനും കൃത്യമായി മറുപടി പറയാറുണ്ട്. പക്ഷെ ലംബാണ് ഇപ്പോഴാണെങ്കിലും ഓൺലവാസി ഓൺലൈൻ വന്നതിന് ശേഷം ചേച്ചി നമ്മൾ പറയുന്നൊന്നുമല്ല പറയുന്നത്. അവര് പറയുന്നത് തെറ്റിദ്ധരിച്ച് പറയും. അതുകൊണ്ട് ചേച്ചി ഹിന്ദി പണ്ട് ഇങ്ങനെയാണ് കേട്ടിരുന്നത്. അനീഷ് പണ്ട് ഹിന്ദി പഠിപ്പിച്ച് ഇങ്ങനെയാണ് കേട്ടത്. പാർലക്കുള്ളിൽ പോകുമ്പോഴേ പഴയ നമ്മുടെ സാറന്മാരൊക്കെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയുണ്ട്. ഓരോന്ന് പറഞ്ഞാല് സ്നേഹമായിരുന്നു, ഇതൊക്കെ ഭയങ്കര അഭിനയിച്ചൂടെ പറയാം. പക്ഷെ ആ സാറിന് ജയന്റെ ഒരു ഇതില്ലേ, അനീഷേട്ടനാണുള്ളത്. ബീന ചേച്ചി ആക്ട് ചെയ്യും, നവീൻ ചേട്ടൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരും. നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായമാണ് ശ്രദ്ധിച്ചു കേട്ടോ. വളരെ വ്യക്തവും ശക്തവും ഡീറ്റെയിൽ ആയിട്ട് സ്ഫുടതയോടുകൂടി സംസാരിക്കും. ചേച്ചിക്ക് സ്ഫുടത ഇല്ലെങ്കിലും നവീൻ സ്ഫുടത വേണം. നീ തീർന്നടാ, നീ തീർന്നു. മാല ചേച്ചി ഏതാ വാല് വന്നുവത് വച്ച പോലെ സ്ഥലം വാച്ചിരുന്നു. മാലച്ചേച്ചിക്ക് എല്ലാം അറിയാം, പക്ഷെ ഒന്നും അറിയാത്ത പോലെയാണ് മാലച്ചേച്ചി കാണിക്കുന്നത്. അട്ട പോലെ അത് പൊതിക്കലെ പോലെ ഇവരൊക്കെ വെറുതെ വന്നിരിക്കണ കുക്കിംഗ് ഒന്നും അറിയാൻ പാടില്ല. വെറുതെ ഷോ കാണിക്കാൻ അതുപോലെ ശരി. അതായത് വേറൊന്നുമല്ല, ദീപന് നമ്മുടെ യമന ചേച്ചിക്ക് നന്നായിട്ട് കുക്കിംഗ് അറിയാം. പക്ഷെ ഇവന് ഈ വെറുതെ ഈ വലിപ്പം മാത്രമേ ഉള്ളൂ. ഇവന് കുക്കിംഗ് ഒന്നും അറിയില്ല. ഇവന് ഈ മസിൽ കാണിക്കൽ മാത്രമേ തന്നെയാണ് വിഷ്ണു. എനിക്ക് കുക്കിംഗ് അറിയാം, ഇവർക്ക് ആർക്കും അറിയില്ല. അഥവാ ഓക്കെ അയ്യോ, ഇവിടെ അതേ കുക്കിംഗ് ഷോന് വിളിച്ചപ്പോ തന്നെ ആകെ ടെൻഷൻ ആയിപ്പോയി. ഞാൻ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ഇപ്പൊ തിരിച്ചിട്ടോട്ടാ. കേട്ടോളൂ. കേട്ടോ ഓ, പണ്ട് ഇവിടെ ഭയങ്കര നന്നായിട്ട് പുള്ളിക്കാരൻ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു. പക്ഷെ അന്ന് കഴിച്ചിട്ട് വീട്ടിൽ പോയി ഭയങ്കര വയറ്റിന് സുഖമില്ലാതായിരുന്നു. ഇവരും അതുപോലെയാണെന്ന്. ഇവര് ഗംഭീര കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊക്കെ ഉണ്ടാക്കി വെക്കും. പക്ഷെ കഴിച്ച ഉപ്പ് പിന്നെന്താ പറഞ്ഞ ആ മുളക് എല്ലാം
ആ പിന്നെ ഒട്ടും പേടിയില്ലാത്തത് അവര് രണ്ടുപേരെയാണ്. കോമ്പറ്റീഷൻ എന്ന് വിചാരിക്കുന്നേ ഇല്ല, അവർക്കൊന്നും അറിഞ്ഞു കേൾക്കണം. ഓക്കെ, താങ്ക് യു. കോമ്പറ്റീഷൻ പൊളിക്കും. അപ്പൊ ഇതാണ് ശരി. നമ്മള് ഇപ്പൊ 1ാം ഘട്ടം കഴിഞ്ഞു. ഇനി അടുത്ത ചേച്ചി നമുക്ക് എന്ത് വിഭവം ഉണ്ടാക്കി തരാം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുടംപുളി ഇട്ട, എൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു അച്ഛനിപ്പം ഇല്ല എൻ്റെ കൂടെ. അച്ഛൻ രാവിലെ നമ്മൾ ചുമ്മാ ഒക്കെ ഇരിക്കുമ്പോൾ നിനക്ക് ഷൂട്ടൊന്നും എല്ലാം ഉണ്ടോ അവിടെ? ഇല്ല അച്ഛാ, എന്നാൽ നല്ല മീൻ വാങ്ങിച്ചേരട്ടെ, കുറച്ച് കുടംപുളി ഇട്ട് മീൻകറി ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞ അച്ഛൻ പോയതിന് ശേഷം ഞാൻ അധികം അത് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് അത് ഉണ്ടാക്കാം. പക്ഷേ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ അല്ല, അത് ചേച്ചി അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മനസ്സിൽ തട്ടുന്ന ഒരു കാര്യം വെച്ചാൽ ചേച്ചി ഒരുപാട് ഇഷ്ടപ്പെടുന്ന അച്ഛന്റെ ഓർമ്മകൾ ചേച്ചി ഇതിന് അതിനുശേഷം ചെയ്തിട്ടില്ല. ഇപ്പൊ നമുക്ക് വേണ്ടി ചെയ്യാണ് നമ്മുടെ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിന് വേണ്ടി. 2-3 വർഷമായിട്ട് ഞാനതങ്ങ് ഉണ്ടാക്കാറില്ല. അത് ഉണ്ടാക്കുന്നത് അച്ഛനായിരുന്നു ഏറ്റവും ഇഷ്ടം. അപ്പോൾ അച്ഛനിങ്ങനെ എപ്പോഴും പറയും, മോളെ അത് നീ അച്ഛന് ഉപ്പും പുളിയൊക്കെ ഇച്ചിരി കയറി നിൽക്കണം. അപ്പോൾ അച്ഛനത് ഉണ്ടാക്കുമ്പോൾ വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ നീ ചാറ് കുറച്ചിങ് കൊണ്ടുവന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ പിറ്റേ ദിവസം ചോദിക്കും, നീ ഒന്നും ഉണ്ടാക്കുന്നില്ലേ, നീ ചമ്മന്തി അരച്ചുകൊണ്ട് പോകാന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ചോദിക്കാനൊന്നും അങ്ങനെ പിന്നെ ഞാനത് ചെയ്യാറില്ല. അത് ഭയങ്കര. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ച അച്ഛന് ഇഷ്ടമുള്ള കുടംപുളി. അച്ഛന് ഇഷ്ടമാവട്ടെ, എവിടെ കാണട്ടെ, വലിയ സന്തോഷം. അപ്പോൾ ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പാചക പണിമന തുടങ്ങാൻ പോവുകയാണ്. മിൽമ പ്രസൻസ് ഫിറ ഫുഡ്സ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവേഡ് ബൈ KSFE, അമൃതവേണി ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ. അപ്പോൾ നമ്മൾ ഇന്ന് അതിഥിയായി എത്തിയ ചേച്ചി തന്നെയാണ് നമുക്ക് തുടക്കം കുറിക്കാൻ പോകുന്നത്. പൊതുവെ ആൾക്കാർക്ക് വലിയ ഇഷ്ടമുള്ള ഒരു ഇതാണ് ഈ കുടംപുളി ഇട്ട മീൻകറി, കോട്ടയം സ്റ്റൈൽ എന്നൊക്കെ പറയുന്ന തരം. അപ്പം നമുക്ക് അതാണ് ഇന്ന് ഞാനിവിടെ വെക്കുന്നത്. അച്ഛന് ഇഷ്ടമുള്ള ഒരു മീൻകറി ആയിരുന്നു ഇതെന്ന്. അപ്പം നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട്, ഞാൻ സാധാരണ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുടംപുളി ഡയറക്റ്റ് ആയിട്ട് ഇടുവല്ല, കഴുകി വെച്ചേക്കുന്ന കുടംപുളി വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം നമ്മൾ ഒഴിക്കുക. പിന്നീട് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? മെയിൻ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ചെറിയ ഉള്ളി, സവാള ഉപയോഗിക്കാറില്ല, തക്കാളി ഇടും ചിലത്, ഞാൻ ഇടാറില്ല. ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇത് 3ഉം നീളത്തിലരിഞ്ഞതാണ്. ഈ നീളത്തിലരിഞ്ഞത് നമുക്ക് വഴറ്റാനുള്ളതാണ്. ബാക്കി മസാലപ്പൊടിയെല്ലാം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും വെച്ചിട്ട് മസാലപ്പൊടി അരയ്ക്കും. ഓക്കെ. അപ്പോൾ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉലുവയും കടുകും ഞാൻ പൊടി എടുക്കാറില്ല, നമ്മളിതിനകത്തോട്ട് ഇടുക ചെയ്യും ആദ്യം. അപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? ആദ്യം വെളിച്ചെണ്ണയിലാണ് മീൻ എല്ലാം, എൻ്റെ എല്ലാ പരിപാടിയും വെളിച്ചെണ്ണയാണ്. നിങ്ങൾ വന്നപ്പോൾ കറക്റ്റ് ആയിട്ട് ഒന്ന് പൊട്ടിക്കോട്ടെ. ഇത് ഒന്ന് കടുക് പൊട്ടിയിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ് ഇട്ടത്. ചെറിയ ഉള്ളി കുഞ്ഞ് നീളത്തിൽ, എല്ലാം നീളത്തിലാണ് അരിയുന്നത് കേട്ടോ. നൈസായിട്ട് കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നീളത്തില് വെളുത്തുള്ളി, വെളുത്തുള്ളിയേക്കാളും കുറച്ചുകൂടെ കൂടുതൽ ഇഞ്ചി. കണ്ട് പഠിച്ചതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. വഴറ്റുന്ന സമയത്ത് നമുക്കൊന്ന് അരയ്ക്കണം. അരച്ചതിന് ശേഷം അരപ്പ് അരയ്ക്കാൻ എടുത്തോട്ടെ. ഒരു 4 ഒരു കൈത്തിട്ടാണ് എനിക്ക്. ഒരു 4-4.5 സ്പൂൺ എടുത്തേ. 1 സ്പൂൺ മല്ലിപ്പൊടി മതി. മുളക് പൊടി 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി. അതെ, ഒരു സ്പൂൺ. കുറച്ച് കുരുമുളക് പൊടി, ഞാൻ കുറച്ച് കുരുമുളക് ഇടും. എന്ത് ചെയ്യാം, കുറച്ച് ചെറിയ ഉള്ളി വേണം. ഇതൊരു 4-5 എണ്ണം കട്ട് ചെയ്യണം. 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ നമുക്ക്. എല്ലാവരും സഹായിക്കാൻ മനസ്സുള്ള ആൾക്കാരാണ്. സഹായം വേണമെന്ന് പോലും ചോദിക്കുന്നില്ല. ഞാൻ ഇളക്കി പോരെ. ഇളക്കാന്ന് പറഞ്ഞ ആളെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കേട്ടോ. കുറച്ചുകൂടി ഉള്ളി വേണം. ഇളക്കാന്ന് പറഞ്ഞ ആളെ ഉള്ളി ഞാൻ ഒന്ന് പോയിട്ട് വരട്ടെ. സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 ഞങ്ങളിങ്ങനെ തുടങ്ങി. ധാരാളം പേര് ഇങ്ങനെ പാചകം ചെയ്യാൻ തയ്യാറുണ്ട്. പക്ഷെ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത് പാർവതി ചേച്ചിയാണ്. ഉള്ളി, ചെറിയ ഉള്ളി ഞാൻ അരയ്ക്കാൻ കൂടെ ചെറിയ ഉള്ളി ചേർക്കും. ഇതിനകത്തും ഇഞ്ചി ചേർക്കും.
കുറച്ച് ഓ നമ്മൾ ഇതിനകത്ത് നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് എങ്കിൽ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് ഒരു വെളുത്തുള്ളി ഇടും. എന്നിട്ട് ഇത്രേ ഉള്ളൂ. എന്നിട്ട് നമുക്കിത് നല്ലപോലെ അരയ്ക്കണം. അപ്പോൾ ഇത് പാട്ട് പാടിയിട്ടാണോ നിങ്ങൾ അരയ്ക്കുന്നത്? ഇല്ല അരച്ചിട്ട് അരച്ചിട്ട് പാട്ട് എന്താണ് കാരണം ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് നമുക്കറിയാം നമ്മൾ തുടങ്ങുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ക്രിസ്ത്യൻ ഇതുമായിട്ട് ബന്ധമില്ലാത്ത പാട്ട്. ഓക്കെ. ஏரிக்கரை பூங்காற்றே நீ போற வழி தெங்கிழக்கோ தெங்கிழக்கு வாசமல்லி என்ன தேடி வர தூது சொல்ல ஏரிக்கரை பூங்காற்றே நீ போற வழி தெங்கிழக்கோ தெங்கிழக்கு வாசமல்லி உன்னை தேடி வர தூதி சொல்ல. ഉത്തരവാദിത്തമായിട്ട് ഏൽപ്പിച്ച ഞാൻ അതിന്ന് ഞാൻ പിന്മാറി. കാരണം ഞാൻ ഇതിൽ സഹായിക്കാൻ ചെല്ലുമ്പോ എന്നെ ഭയങ്കര കുറ്റപ്പെടുത്തുക. അത് കരിഞ്ഞു അതുകൊണ്ട് ഞാൻ പാർവതി ചേച്ചിയുടെ സപ്പോർട്ട് പോലും ചെയ്തില്ല. അയ്യോ മാറുന്നില്ല. അപ്പൊ ശരി, ഞാൻ പോയിട്ട് അടുത്ത ടീമിനോട് വരാൻ അടുത്ത ടീം ദേശീയം വിളിക്കാം. ഓക്കെ ശരി. ഉള്ളി വഴണ്ടതിന് ശേഷം നമ്മൾ ഈ അരപ്പ് ഇതിനകത്തോട്ട് ഒഴിക്കുവാണേ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട്. അതെ. കൊടംപുളിയുടെ കൊടംപുളിയോ? എല്ലാം നല്ല മണം വരുന്നു. ആണോ? ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ. ഒത്തന്റിക് ആയിട്ട് ആ ചട്ടിയും കേട്ടോ. ചേച്ചിയുടെ ഈ റെസിപ്പി ഒന്ന് ചോദിച്ചു പഠിക്കണേ. നമുക്ക് ഏതെങ്കിലും എപ്പിസോഡ് ചെയ്യാം. ഇതേപോലെ കോപ്പി അടിച്ചിട്ടോ? നിങ്ങൾ പുതിയ ഡിഷാ ചെയ്യേണ്ടത്. നമ്മൾ പേര് മാറ്റിയ പോലെ നമ്മള് പേര് മാറ്റിയിടും. ഞങ്ങൾ സ്പെഷ്യൽ. ഞങ്ങൾ സ്പെഷ്യൽ അല്ല, പുതിയൊരു ഐറ്റം. പാർവതി ചേച്ചി സ്പെഷ്യൽ. പക്ഷെ നല്ല മണം ഇല്ലേ? അതെ, നല്ല ആ മണം കേട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. ആണോ? ആ കുറച്ചൊന്നും വരളണം. നല്ലപോലെ അതിനകത്ത് കിടന്നിട്ട് ഇങ്ങനെ വഴണ്ട് വരണം. ചേച്ചി ഇത് നമ്മൾ 2-3 ദിവസമൊക്കെ ചൂടാക്കി എടുക്കാൻ പറ്റുമോ? എന്തോ ചൂടാക്കി എടുക്കാൻ പറ്റുന്ന ഒരുപാട് ദിവസം ഇരിക്കും അല്ലേ? നമ്മളൊക്കെ ഒരു ദിവസം ഉണ്ടായി കഴിഞ്ഞാൽ കുറെ ദിവസം ഇരിക്കും. എസ്പെഷ്യലി തന്നെ ഈ പുളിയിട്ട് മീൻകറി അടുത്ത ദിവസം കഴിക്കണം. എന്തോ അടുത്ത ദിവസം കഴിക്കണം. ആ പുളിയൊക്കെ ഒന്ന് പിടിച്ചിട്ട് ഇച്ചിരി നല്ല കപ്പയും ഇതുമായിട്ട്. എന്താണ് ഞങ്ങൾ ഇതിന്റെ മണം പിടിച്ചെടുത്ത് ഇഷ്ടപ്പെട്ടില്ല. ഇല്ല, ആകുമ്പോ വിളിച്ച പോലെ. ഓക്കെ ശരി. ഒന്ന് നല്ലോണം വരണ്ട എണ്ണ വിട്ട് വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇതിനകത്തുനിന്ന് എണ്ണ ഇറങ്ങിയ കണ്ടോ? അത് കറിവേപ്പിലൊക്കെ ഇങ്ങനെ എണ്ണയുടെ ഒരു തെളിഞ്ഞ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു അല്ലേ? കിട്ടിയോ? ഇനിയാണ് നമ്മള് അല്ലേ കൊടംപുള്ളിയുടെ വെള്ളം ഒഴിക്കട്ടെ. ആ, ഇവരെത്തിയല്ലോ. അപ്പൊ ഐശ്വര്യമായിട്ട് നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. നല്ല അരപ്പിന്റെ ഒക്കെ നല്ല അല്ലേ? എണ്ണ തെളിഞ്ഞ് അതിലേക്ക് ഇനി കുടംപുളിന്റെ വെള്ളം കൊടംപുള്ളിയുടെ വെള്ളം ഒഴിക്കുവാണേ. സാധാരണ ഞാൻ വെള്ളം കൊടംപുള്ളിയുടെ തിളപ്പിച്ച ആ വെള്ളം ഒഴിക്കാറ്. നമ്മൾക്ക് അങ്ങനെ പുളിയല്ലേ ഇടുക, അത് കുറച്ചേരം ഇട്ട് വെച്ചിട്ട് എടുക്കണോ അല്ലേ? തിളപ്പിച്ചു അല്ലേ? അതൊരു പുതിയ ഇതാണ് എനിക്ക് ഞാൻ ചെയ്തിട്ട്. ഉപ്പല്ലേ? ഉപ്പ് ഉലുവ ഞാൻ വറക്കുമ്പോ ആർക്കാണ് അതിന് ധൈര്യമുള്ളത് കുറച്ച് ഉപ്പ് നോക്കാൻ? എനിക്കും കുറച്ചൊന്ന് തിളച്ചോട്ടെ. ഉപ്പ് നോക്കിയിട്ട് കണക്കാണെങ്കിൽ അപ്പം ഞാൻ ഉണ്ടാക്കൂല. എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു പണി ചെയ്യിപ്പിക്കും. നീ പോയി 2 അപ്പം ഉണ്ടാക്കിട്ട് വെച്ചിട്ട് ഉണ്ടാക്കൊണ്ട് വിട്ട്. അപ്പൊ എനിക്ക് ചേച്ചി ടേസ്റ്റ് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ നോക്കിക്കോട്ടെ. നോക്കട്ടെ എനിക്ക്. ഞാൻ പറഞ്ഞ ടെക്നിക്ക് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ടേസ്റ്റ് നോക്കണ ടെക്നിക്ക്. ശരി പോ. ശരി, പോയിട്ട് കുറച്ച് ഒന്ന് തിളക്കാം. ഒന്ന് ഉപ്പ് നോക്കാൻ. സത്യം പറയട്ടെ, ഇതിങ്ങനെ കണ്ടപ്പോ തന്നെ ആ എണ്ണയൊക്കെ ഇല്ല, ഇങ്ങനെ പുറത്തിങ്ങനെ നിവന്നിങ്ങനെ വന്നിട്ട് മതിയാ. പൊളി. നല്ല നല്ല എല്ലാ ഫ്ലേവറും ഇതെല്ലാം നിൽക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇനി ഫുൾ ആയിട്ട് അപ്പം ഉണ്ടാക്കിട്ട് വരാം. മീനെടുത്തേ ഇപ്പൊ കളിച്ചല്ലോ. ഓക്കെ ചേച്ചി, ഞാൻ അപ്പം ഉണ്ടാക്കിട്ട് വരേ. നമുക്ക് ഈശ്വരമായിട്ട് മീനിടാം. ഇന്ന് മീനാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്.
മീൻകറി ആയിന്ന് കേട്ടു. ടേസ്റ്റ് ആവുന്നേ ഉള്ളൂ. ഇനിയിപ്പോ നല്ലപോലെ തിളക്കണം. മീനിട്ടത് ഇപ്പഴാ. എന്തെങ്കിലും ഹെൽപ്പ് വേണോ? കഴിഞ്ഞടാ. അത് കേൾക്കാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം. അത് മനസ്സിലായി ഏറ്റവും ലാസ്റ്റ് വന്നപ്പോ. അതെ, ചേച്ചിയുടെ ആ മീൻകറി കഴിക്കാൻ ഭയങ്കര കൊതിയായിട്ട് വയ്യ. എടാ അത് ഒന്ന് തിളച്ചോട്ടെ. ചേച്ചി, ഞങ്ങൾ കുക്കിംഗ് അറിയാത്ത 2 കുക്കിംഗ് ടീമാണ്. ആണോ? അതെ, ഞങ്ങൾ ആദ്യമേ അത് ജാമ്യം എടുത്തിട്ട് ഇവിടെ കെയർ ചെയ്തു. ഏറ്റവും എളുപ്പത്തിൽ എന്തുണ്ടാക്കും? ജാമ്യം എടുത്തിട്ട് വഴക്കുണ്ടാക്കണം. അതവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അതെ, രണ്ടുപേരും. നമുക്കിതൊന്ന് തിളക്കണം നല്ലപോലെ. ഞാനൊരു പാട്ട് പാടി നോക്കട്ടെ. 5 പേർക്കും കൂടി ചേർന്ന് ഏതെങ്കിലും ഒരു ഓളം ഉള്ള ഒരു പാട്ട്. തന തിന്ന താന തിന്ന താന തിന്ന തിന്തിന്നോ, തന തിന്ന താന തിന്ന താന തിന്ന തിന്തിന്നോ, ചെമ്പാവു പാനെല്ലിൻ ചോറും നല്ല മുത്താരം മുത്തൊന്ന മുല്ലപ്പൂയോ. ഇതാണ് നാദ്ര പാട്ടോട്. ഈ ഒരു ശ്രുതി നിങ്ങൾ കേൾക്കേണ്ടതാണ്. ഇനി പാടി. ഇനി പാട്ട് വരികൾ പറഞ്ഞു. ഞാൻ മിമിക്രി. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ നിന്ന് പുക കറന്നെടുത്താൽ. താങ്ക് യു. മുന്നേ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യും. ഏതായാലും നിങ്ങൾ ഇവിടെ വന്നാലേ ഒരു ശകലം ഉപ്പ് കിട്ടും. ഇതാണ് റിയൽ ബോയ്. ചൂടാ. എന്തൊരു ചൂടാണത്. നല്ല ടേസ്റ്റ്. കുടംപുളി കറി പ്രത്യേകിച്ച് എനിക്ക് തേങ്ങ അരച്ച കറി. പ്രത്യേകിച്ച് അത് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടി ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആവും. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്റെ മീൻകറി ഫുൾ തിളച്ച് റെഡി ആയിട്ടുണ്ട്. അത് ചേച്ചി പറഞ്ഞില്ലെങ്കിലും മനസ്സിലാവുന്നുണ്ട്. കാരണം നല്ല മണം. ട്രൈ ചെയ്യുന്നോ? ഉറപ്പായിട്ടും നമുക്ക് എല്ലാവരും വിളിക്കാം. നമ്മുടെ ടീം മെമ്പേഴ്സിനെ എല്ലാവരും വിളിക്കാം പ്ലീസ്. അനീഷേട്ടാ, ഒരു ലോഡ് ആൾക്കാരോട് ഞാൻ വരുന്നുണ്ട്. സങ്കടം പറയട്ടെ, നമ്മുടെ അപ്പം നമ്മള് വീടല്ലല്ലോ, അപ്പത്തിന് നോക്കിയപ്പോ അപ്പത്തിന്റെ ബാറ്ററി പൊളിച്ചു പോയി. നമുക്ക് അപ്പൊ അതുകൊണ്ട് അത് ഉണ്ടാക്കാൻ പറ്റിയില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, ഏറ്റവും നല്ലത് മീൻകറിയുടെ ഒപ്പം ബ്രെഡാണ്. നല്ല കോമ്പിനേഷനാണ്. എത്ര പ്രാവശ്യം നമ്മൾ വീട്ടിൽ കഴിക്കാറ്. അപ്പൊ എന്തായാലും ഞാൻ പറയട്ടെ, ഞാൻ ഒരുപാട് കാലത്തിന് ശേഷം അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ഉണ്ടാക്കുന്ന മീൻകറി. അത് 2022 അച്ഛൻ ജനുവരി 4 പോയതിനു ശേഷം ഞാൻ മീൻകറി വെച്ചിട്ടില്ല. കാരണം അതൊരു ഭയങ്കര ഇമോഷണൽ കാര്യമായിട്ട് ഇന്ന് അച്ഛന് വേണ്ടിയിട്ട് വെച്ചതാണ്. കുറെ കാലത്തിന് ശേഷം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങളെല്ലാവരും ഉപ്പ് നോക്കി പുളി നോക്കി. അപ്പോൾ നിങ്ങളൊന്ന് കഴിച്ചു നോക്കിയിട്ട് പറയണം. എനിക്ക് ആകെ ഉള്ള കൺസേൺ എന്ന് വെച്ചാൽ ഇത് കുറച്ച് മീൻ ഫ്രോസൺ ആയതുകൊണ്ട് ഇതിനകത്തോട്ട് ഇറങ്ങാൻ കുറച്ച് നേരം എടുക്കും. നാളെ രാവിലത്തേക്കാണ് ഇത്. തലേന്ന് രാത്രി ഏറ്റവും വലിയ സന്തോഷം എന്താ പറയുക ചേച്ചി, ഇങ്ങനെ ഈ നമ്മൾ പാചകം ചെയ്യുമ്പോഴാണെങ്കിലും ശരി, എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോൾ, സ്നേഹത്തോടെ ചെയ്യുമ്പോൾ, സ്നേഹത്തോടെ നൽകുമ്പോൾ ഉണ്ടാകുന്ന ഒരു രുചി അത് മറ്റൊന്ന് തന്നെയാണ്. അത് തലേന്ന് രാത്രി ഞങ്ങൾ ഉണ്ടാക്കി വെക്കും, എന്നിട്ട് അങ്ങനെ കഴിക്കുന്ന അങ്ങനെ ഉണ്ടാക്കി വെക്കാനാണ് നല്ലത്. അങ്ങനെയാണ് നല്ലത്. ഇതിപ്പോ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. വന്ന് നോക്കിയ എല്ലാവരും ഇനി ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും ടേസ്റ്റ്. ഞാൻ മാറി. ഇനി നിങ്ങൾ ടേസ്റ്റ്. ഞാൻ മാറി. ഞാൻ ഉണ്ടാക്കി കഴിച്ചു. നിങ്ങൾ ടേസ്റ്റ്. ഞാൻ വിചാരിച്ച അനീഷ് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ചൂട് നാക്ക് പൊള്ളല്ലേ ഊതിയിട്ട്. ഇത് മറ്റേ പരസ്യത്തിന് കളയാൻ. അടിപൊളി. ഇനി എനിക്ക് ബ്രെഡ് കൊടുത്താൽ എല്ലാവർക്കും ഇനി വിധിച്ചു കൊടുത്തേ. സത്യം ഒന്നും പറയാനില്ല. ടേസ്റ്റ്. ഇത് ഞാൻ ഇന്ന് ഏറ്റവും സ്നേഹത്തോടെ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിലെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കോമ്പറ്റീറ്റേഴ്സിനും എന്നെ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇത് ഏറ്റവും സ്നേഹത്തോടെ എൻ്റെ അച്ഛന് ഇഷ്ടമുണ്ടായിരുന്ന കുടംപുളി ഞങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കും. അച്ഛന് പ്രിയപ്പെട്ട ഈ വിഭവം ഞങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ ഈ ഷോ ഇന്നിവിടെ ആരംഭിക്കുകയാണ്. ആരംഭം കുറിച്ചത് ഈ മനോഹരമായ വിഭവം കൊണ്ട്, ഈ രുചികരമായ വിഭവം കൊണ്ട് തന്നെയാണെന്നുള്ളത് ഞങ്ങളെ ഏറെ സന്തോഷിപ്പിക്കുന്നു. ഇനിയുള്ള യാത്രയിൽ, ഇനി വരുന്ന എപ്പിസോഡിൽ കൂടുതൽ മികവുറ്റതാക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിക്കുന്ന പ്രാർത്ഥനയോടെ ചേച്ചിയുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്നാണ്. സെലിബ്രിറ്റി കിച്ചൺ മാജിക് ഇപ്രാവശ്യത്തെ സീസൺ ഹിറ്റ് ആവട്ടെ.
presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amrithaveni, KSFE and നമ്മുടെ രാമചന്ദ്രൻ. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ മുതൽ മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. കരുതിയിരിക്കുക, തക്കം പാർത്തിരിക്കുക. ഓക്കെ, പക്ഷെ ഇന്ന് നമ്മൾ എൻജോയ് ചെയ്തില്ലേ? ഇല്ലേ? മീൻകറി എങ്ങനെയുണ്ടായി? മീൻകറി അടിപൊളി. എല്ലാം പാകത്തിനാണ്, എല്ലാം പരുവത്തിനാണ്. വരൂ, ആർത്തുല്ലസിക്കാൻ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ടാറ്റാ. Crockery partner Minolta, Asian Healthy Cooking. Anish Ravi costume sponsored by Dhanya Furniture, Kottarakara.